അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഒരു കപ്പ് അവിലും ഒരു ക്യാരറ്റും വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും. എണ്ണയൊന്നും വല്ലാണ്ടില്ലാത്ത ഒരു പലഹാരമാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ അതാ ഒരു ടേബിൾ സ്പൂണ് ഓയിലാണ് കേട്ടോ, വെളിച്ചെണ്ണയാണ് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതുപോലെ സ്റ്റീൽ പാത്രത്തിലൊക്കെയാണ് ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ നല്ലോണം എണ്ണ ചൂടായതിന് ശേഷം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടി പിടിക്കില്ല കേട്ടോ. പിന്നെ ചുവട് കട്ടിയുള്ള സ്റ്റീൽ പാത്രം എടുക്കുക. അപ്പോൾ അതാ നമ്മൾ ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ക്യാരറ്റാണ്. 2 മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു 10 ബീൻസ് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കാബേജൊക്കെ എടുക്കാം. നമുക്ക് വെജിറ്റബിളൊക്കെ കുട്ടികൾ കഴിക്കാൻ പറ്റും കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർ ഇഷ്ടത്തോടെ കഴിച്ചോളും. 2 മിനിറ്റ് നമ്മൾ ഇതിലിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി. കൂടുതൽ നേരമൊന്നും ഇളക്കിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ 2 മിനിറ്റ് നമ്മൾ വെജിറ്റബിൾ ഒന്ന് ചെറുതായി വെന്ത് വരട്ടെ. അതുവരെ നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കിയെടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുക. ഒരു 10 മിനിറ്റ് സമയം മതിയാവും കേട്ടോ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ. ഞാനിതിലേക്ക് ഒരു തക്കാളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ തക്കാളി കുഴഞ്ഞു പോകുമൊന്നും വേണ്ട. 1 മിനിറ്റ് ഒന്ന് ഇളക്കിയെടുത്താൽ മതി കേട്ടോ. ഇടയ്ക്കൊന്ന് ഇളക്കിയെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിൽ മസാല ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ മസാലയാണ് കേട്ടോ. വേറൊരു മസാലപ്പൊടികളും നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കണില്ല. അപ്പോൾ 2 ടേബിൾ സ്പൂണ് 1.5 ടേബിൾ സ്പൂണ് ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളൊരു 1.5 ടേബിൾ സ്പൂണോളം ചിക്കൻ മസാല എടുത്തിട്ടുണ്ട്. ഞാൻ നിറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇത്രയും ഫ്ലേവർ വേണ്ടാന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർത്തെടുത്താൽ മതി. ഇത് നല്ല എരിവ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ എരിവോട് കൂടി കഴിക്കുമ്പോഴാണ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടം ഉണ്ടാവുക. ഇവിടെ മക്കൾക്കൊക്കെ നല്ല എരിവിലും ഒക്കെ കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത്ര വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചാൽ മതി. പിന്നെ ഇതാ നമ്മൾ ഒരു പിടി മല്ലിയില കൂടി ചേർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് എന്തായാലും ചേർത്തെടുക്കുക കേട്ടോ. കറിവേപ്പില ഉണ്ടെങ്കിൽ അത് കൂടി ചേർത്തെടുക്കുക. ഇപ്പോൾ ഇതാ നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാ നമ്മൾ 1 കപ്പ് അവിലാണ് എടുത്തിട്ടുള്ളത്. ഏത് അവിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. വെള്ള അവിലോ അതല്ല മട്ടരിയുടെ അവിലോ ഏതും എടുക്കുക. നമ്മൾ 1 കപ്പ് അവിലെടുക്കുമ്പോൾ 1.5 കപ്പ് റവയാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതാ 1.5 കപ്പ് റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവൊക്കെ കൃത്യമായിട്ട് അളന്നെടുക്കണം കേട്ടോ. അതിനാണ് നമ്മൾ കപ്പിൽ തന്നെ എല്ലാതും എടുത്തിട്ടുള്ളത്. കപ്പ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഏത് പാത്രത്തിലാണോ അളന്നെടുക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ച് വെള്ളം എടുക്കുക. 2 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. ഞങ്ങളെ മിക്സ് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടാക്കുന്നവരെ ഇത് റെസ്റ്റ് ചെയ്താൽ വെച്ചാൽ മതി. അപ്പോൾ ഞാനത് വിട്ടുപോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മളിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം വെള്ളമൊക്കെ കുടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടല്ലോ, ഇതിപ്പോൾ വെള്ളം നനവൊന്നുമില്ല. അപ്പോൾ ഇതാ ഇത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇത് മൊത്തത്തിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് 1 കപ്പ് വെള്ളം കൂടി നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളത്തിൻ്റെ അളവ് ഇപ്പോൾ 3ാമത്തെ കപ്പ് ആവണുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ 2 കപ്പാണ് ഒഴിച്ചത്. അപ്പോൾ ഇതാ 3ാമത്തെ കപ്പ് വെള്ളം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പാത്രം കഴുകിയിട്ടും ബാക്കിയുള്ള വെള്ളം നമ്മൾ ഈ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ മൊത്തത്തിൽ 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ നമ്മളിത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അപ്പോൾ അതാ ബാക്കി മൊത്തത്തിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇതാ നമ്മൾ അരച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 1 കപ്പ് വെള്ളം കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മിക്സിയുടെ ജാറൊക്കെ കഴുകിയിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. ആദ്യം ഞാൻ പകുതി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സിയുടെ ജാറ് കഴുകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് നോക്കി നോക്കാം ബാറ്ററി എങ്ങനെയുണ്ട് എന്നുള്ളത്. ഇപ്പോൾ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ ബാറ്ററി നല്ല തിക്കിൽ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ 4 കപ്പ് വെള്ളമാണ് കേട്ടോ നമുക്ക് ഇതിലേക്ക് വേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ അതാ ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ ബാറ്ററി ഇരിക്കുന്നത്. കണ്ടല്ലോ, ഒരു ദോശമാവിൻ്റെയൊക്കെ പരുവത്തിലാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കണ്ടല്ലോ, ഇതുപോലെയാണ് ഇരിക്കുന്നത്.
ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ള് ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, ഇത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ദാ ഞാനിത് ഒരു നുള്ള് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എപ്പോഴും ഒന്നും ബേക്കിംഗ് സോഡ ഉപയോഗിക്കണില്ലല്ലോ. അപ്പോൾ ദാ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കാം. ഇപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാന് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ ദോശച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ എണ്ണയൊന്നും ഞാൻ തേച്ച് കൊടുക്കുന്നില്ല, നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട്. എന്നിട്ട് ഇതാ ഒരു തവി എടുക്കുന്നുണ്ട്. ഒരു തവി എടുത്തിട്ട് നമ്മൾ തട്ട് ദോശ ഉണ്ടാക്കൂലേ, അത്രയും പരത്തി എടുത്താൽ മതി, കൂടുതൽ പരത്തി എടുക്കണ്ട കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ തട്ട് ദോശയുടെ പരുവത്തിൽ നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് നമ്മൾ മിക്സ് ഉണ്ടല്ലോ, ഞാൻ കൈ വെച്ചിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. കാരണം എല്ലാ ഭാഗത്തേക്കും നമുക്ക് ഒരുപോലെ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മിക്സ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഈ മിക്സ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ഇത് ഇങ്ങനെ ഇട്ട് കൊടുക്കണ്ട, അപ്പോൾ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ദാ ഇതുപോലെ മിക്സ് എല്ലാ ഭാഗത്തും ആവോളൊന്ന് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിക്സാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും, അവർ ഇഷ്ടത്തോടെ കഴിച്ചോളും. നല്ല ചിക്കൻ മസാലയൊക്കെ ചേർത്ത് ഉണ്ടാക്കിയതുകൊണ്ട് അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ അതാ നമ്മൾ മിക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, എല്ലാ ഭാഗത്തും ആവോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലൊരു ചട്ടകം വെച്ച് ഒന്ന് അമർത്തി കൊടുക്കാം. ഈ മിക്സ് അതിൽ ഒന്ന് ഒട്ടി പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റുമാണ് കേട്ടോ അവിലും റവയും വെച്ചിട്ടുള്ള ദോശയ്ക്ക്. ഞാനിതിൻ്റെ മേലെ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നെയ്യ് വേണമെന്നൊന്നുമില്ല, ഓയിലായാലും മതി കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഒരു പുറം വെന്ത് വരുമ്പോൾ ഇത് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ മിക്സൊക്കെ അതിൽ ഒട്ടി പിടിച്ചിട്ടുണ്ട്. ഇനി ആ ഭാഗം കൂടി ഒന്നുകൂടി വെന്ത് വരട്ടെ. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ മിക്സ് അതിൽ തന്നെ പ്രസ്സായിട്ട് ഇരുന്നോളും. ഇപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നല്ലോണം വെന്തതിൻ്റെ ശേഷം ഇതാ ഇതുപോലെ എടുക്കുക. നല്ല സോഫ്റ്റാണ്, നിങ്ങൾക്ക് എടുത്തുക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അതേപോലെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതാ ഒന്നിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ രണ്ടാമത്തത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കണം കേട്ടോ. കുറച്ച് വെച്ച് നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഫ്ലെയിം കുറച്ച് വെക്കുന്നത് നമ്മൾ കൂടുതലായി നമ്മൾ സാധാ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എളുപ്പത്തിൽ ഈ ദോശ വെന്ത് പോകും. അപ്പോൾ നമുക്ക് നമ്മുടെ മിക്സ് ഇട്ട് കൊടുക്കുമ്പോൾ അതിൽ ഒട്ടി പിടിച്ചിരിക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഫ്ലെയിം കുറച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് മിക്സ് ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്ത ബാറ്ററിന് കറക്റ്റ് മിക്സാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ നമുക്ക് അതിന് എല്ലാ ഭാഗത്തും ഒന്നാവോളം ഇട്ട് കൊടുക്കുക. കൈകൊണ്ട് ആവുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇട്ട് കൊടുക്കാൻ പറ്റും എല്ലാ ഭാഗത്തേക്കും വെച്ചിട്ട്. അപ്പോൾ അതാ ഇനി നമ്മളിതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മേലെ ഓയിലോ എന്താ വേണ്ടിച്ച് തൂവി കൊടുക്കുക. അപ്പോൾ അത് പ്രസ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ ഫ്ലെയിം കൂട്ടി കൊടുക്കുക കേട്ടോ. എന്നതിന് ശേഷം മാത്രമേ ഫ്ലെയിം കൂട്ടി കൊടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് നമുക്കിതിൻ്റെ മേലെ ഓയിലോ നെയ്യോ ചേർത്ത് കൊടുക്കാം, വേണമെന്ന് നിർബന്ധമില്ല. എന്നിട്ട് നമ്മളിത് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് പ്രസ് ചെയ്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ നല്ല ടേസ്റ്റുമാണ്. കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ കൊടുത്ത് വിടാൻ പറ്റും കേട്ടോ. ലഞ്ച് ബോക്സിൽ കൊടുത്ത് വിടാൻ പറ്റും. ഇത് 2 എണ്ണം വെച്ച് കൊടുത്താൽ തന്നെ അവർക്ക് ഇഷ്ടത്തോടെ കഴിക്കാനും പറ്റും. പിന്നെ നമുക്കതിന് വേറൊരു കറിയുടെ ആവശ്യം ഒന്നുമില്ല. അപ്പോൾ ഏത് നേരത്തും കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. എന്നും ഒരുപോലൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി മടുത്തെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. അതേപോലെ നല്ല സോഫ്റ്റുമാണ് കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, നമ്മളിത് പൊടിച്ചെടുക്കുമ്പോൾ തന്നെ മനസ്സിലാകും. ഇത് കഴിക്കുമ്പോൾ തന്നെ നല്ല വായിൽ അലിഞ്ഞു പോകുന്ന ടേസ്റ്റിലാണ് കേട്ടോ ഇതുള്ളത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.